പ്രിയപ്പെട്ട സി ന്യൂസ് പ്രേക്ഷകർക്ക് നമസ്കാരം. 2023 ഡിസംബറിൽ നമ്മളൊരു കായിക പ്രതിഭയെ പരിചയപ്പെടുത്തിയിരുന്നു, ചേർത്തല സ്വദേശിയായ ദിലീപിനെ. അന്ന് ദിലീപ് പറഞ്ഞിരുന്നു, തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ തളരാതെ പോരാടി ഒട്ടനവധി നേട്ടങ്ങൾ കായിക ജീവിതത്തിൽ സ്വന്തമാക്കുമെന്ന്. അതെ, ദിലീപ് വാക്കുപാലിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ വെച്ച് നടന്ന പാരാ സ്റ്റേറ്റ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലടക്കം ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കി നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ദിലീപ്. അതായത് കഴിഞ്ഞ വർഷം വെള്ളി മെഡലായിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയത്, ഇത്തവണ സുവർണ മെഡൽ നേട്ടവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ദിലീപേട്ടൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിന് തന്നെ ചോദിച്ചറിയാം. ദിലീപേട്ടാ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ്. പാരാ സ്റ്റേറ്റ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒട്ടനവധി മെഡൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ചേർത്തലയുടെ സ്വന്തം കായിക പ്രതിഭയാണ് അദ്ദേഹം. ആമുഖങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ഇനി തുടർന്നുള്ള ലക്ഷ്യങ്ങളെപ്പറ്റിയും പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവദിക്കുകയാണ്. നമസ്കാരം. എൻ്റെ നേട്ടങ്ങളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ നേട്ടമായിട്ട് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇതിനിപ്പോൾ എത്തിപ്പെട്ടില്ല. കാരണം എന്താ പറയുക, ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ തൃശ്ശൂരുള്ള ദർശന ക്ലബിൻ്റെ കീഴിലാണ് ഞാൻ ആദ്യമായിട്ട് നീന്തലിൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നത്. എന്നെ സഹായിച്ച അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ പറയണമെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാൾ ദർശന സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായ ഫാദർ സോളമനെ പറ്റിയാണ്. എനിക്ക് മാത്രമല്ല, ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ചേർത്ത് നിർത്തി ഒരു പ്രതിഫലവും വാങ്ങാതെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് ദർശനയുടെ സോളമനച്ചനാണ്. ആ സോളമനച്ചൻ്റെ കീഴിലാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഇപ്പോഴും എനിക്ക് കുറച്ച് നാൾ മുമ്പ് 2 ആഴ്ച കറക്റ്റ് അവരുടെ അക്കോമഡേഷൻ, ഫുഡ് അക്കോമഡേഷൻ, ഈ പറഞ്ഞ ട്രെയിനിങ്ങിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും, എക്യുപ്മെൻറ്റ്സ്, സ്കൂളിൻ്റെ റെൻറ്റ് എല്ലാം കൊടുത്ത് എന്നെ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ആക്കിയത് സോളമനച്ചനാണ്. അപ്പോൾ സോളമനച്ചൻ്റെ പേര് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അദ്ദേഹം നൽകുന്ന സപ്പോർട്ടും വളരെ വലുതാണ്. അവിടെ ദർശന ക്ലബിൻ്റെ കീഴിൽ ജാസ്നോ എജ്യൂ സ്പോർട്സ് എന്ന് പറഞ്ഞ പുറനാട്ടുകരയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ആ പൂള്, അതായത് ആ പൂളിൻ്റെ ഓണർ ജസ്റ്റിൻ സാറാണ് എനിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം. അവിടെ പിന്നെ പറയാനായിട്ട് എടുത്ത് പറയേണ്ടത് ശ്രീജ മാഡം കോച്ചാണ്, സ്വിമ്മിംഗ് കോച്ചാണ്. അതായത് എൻ്റെ ആ പോരായ്മകൾ കണ്ട് അത് തിരുത്തി ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പറഞ്ഞു തന്ന് കുറച്ച് ദിവസം ഞാൻ അവിടെ നിന്നിരുന്നു. ആ ഒരു കാര്യങ്ങൾക്ക് അവിടെ ഞാൻ നിന്നു. പിന്നെ തുടർന്ന് എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നപ്പോൾ രാജു പള്ളിപ്പറമ്പിൽ എന്ന് പറഞ്ഞ സാറ് എനിക്ക് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ, ആലപ്പുഴ സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വൈസ് പ്രസിഡൻ്റായ വിഷ്ണു സാറുമായിട്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നു. എനിക്ക് അന്നേരം നാഷണൽ പോകാനുള്ള, അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു സാറ് വളരെ സപ്പോർട്ടോടുകൂടെ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. പിന്നെ അവിടെ വന്നതിന് ശേഷം അവിടുത്തെ സ്വിമ്മിംഗ് കോച്ചായ സിജിനാണ് ഇവിടെ ആലപ്പുഴയിലെ എൻ്റെ ആദ്യത്തെ കോച്ച്. അപ്പോൾ സിജിൻ്റെ കീഴിൽ പ്രാക്ടീസ് തുടങ്ങി. പിന്നെ അതിനുശേഷം ജിത്തു, രാഹുൽ, ഇവരൊക്കെ നല്ല അഡ്വൈസ് തന്ന് അവരുടെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തങ്ങനെ പോകുന്നു. പിന്നെ ഈ ഇപ്പോൾ എന്താ പറയുക, പ്രാക്ടീസിന് കുറച്ച് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന പ്രദീപ് സാറിനെ സമീപിച്ചപ്പോൾ പ്രദീപ് സാറും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനത്തോടുകൂടെ എനിക്ക് പ്രാക്ടീസിന് വേണ്ട എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്തു തന്നു, ഇപ്പോഴും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങൾ തുടർന്ന് പോകുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റിൽ 3 മെഡൽ അടിക്കാൻ പറ്റി, സ്വർണം പറ്റി. ഇനി അടുത്തത് ഒക്ടോബറിൽ നാഷണലാണ് ഗോവയിൽ വെച്ച്. അപ്പോൾ അതിനായിട്ടുള്ള പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ഇപ്പോഴും നല്ല സപ്പോർട്ട്. അതായത് ഇപ്പോൾ ദർശന ക്ലബിൻ്റെ ഇതായാലും അവിടെ നിന്നുള്ള ശ്രീജ മാഡം ആയാലും ഇവിടെയുള്ള എൻ്റെ കോച്ചുമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് പവർ പ്ലസ് ജിമ്മ്. എൻ്റെ സുഹൃത്ത് വിജേഷ് വഴിയാണ് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നത്. അവിടുത്തെ ഓണറും ട്രെയിനറുമായ മനു, പിന്നെ ശില്പ, അവരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ അവർ ഫീസ് ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ മാറി നിൽക്കുമ്പോൾ അതായത് നമ്മളെ കൂടെ ചേർത്ത് നിർത്തി അവിടെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ആ കഴിവിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു ഭാഗമാകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അപ്പുറം വേറെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും അതാണ് ആ ഒരു അവരുടെയൊക്കെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാരും എനിക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പോസിറ്റീവായിട്ട് ഞാൻ മുമ്പോട്ട് പോകും. അപ്പോൾ എൻ്റെ ആ പരിമിതികളെ ഞാൻ മാറ്റി വെച്ചിട്ട് അത് മനസ്സിലാക്കി ആ സപ്പോർട്ടിൻ്റെ ഇതിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് അവകാശപ്പെട്ടതാണ്. കാരണം ഇത് എൻ്റെ കഴിവുകൊണ്ട് നേടിയതല്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ അവരോട് പറയുന്നു, അവരതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു. ഇവിടം വരെ എത്തി. ഇനി അടുത്ത ലക്ഷ്യം നാഷണലാണ്. അത് ഭയങ്കര ടഫാണ്, എങ്കിലും അതിനുള്ള പ്രാക്ടീസിലാണ്. 2010 ദിലീപേട്ടൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു അപകടം സംഭവിക്കുകയും അന്ന് പറ്റിയ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും വളരെ ശക്തമായി തിരിച്ചു വന്ന് നമുക്കൊക്കെ ഉൾപ്പെടെ മോട്ടിവേഷനായി നിൽക്കുന്ന ദിലീപേട്ടൻ്റെ തുടർന്നു വരുന്ന നാഷണൽ മത്സരത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്.
ദിലീപേട്ടൻ ഒരു കലാകാരൻ കൂടിയാണ്, കായിക താരം മാത്രമല്ല ഒരു കലാകാരൻ കൂടിയാണ്. അതുകൊണ്ട് ഒരു അടിച്ചുപൊളി പാട്ട് പാടി നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി നാഷണൽസിലും വിജയിയായിട്ട് നമ്മൾ ഈ ചാനൽ തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കും. എല്ലാവിധ ഭാവുകങ്ങളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു അടിച്ചുപൊളി പാട്ട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലൊന്നെടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ് എല്ലും മിന്നാട്ടി എല്ലും മിന്നാട്ടി